നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 1885 വാഗ്ഭടാനന്ദൻ ജനിച്ചത്. ഓർത്തു വെക്കണം. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 1885 ഏപ്രിൽ 27 വാഗ്ഭടാനന്ദൻ ജനിക്കുന്നു. അദ്ദേഹം 1939 ഒക്ടോബർ 29 മരണപ്പെട്ടു. ഓർത്തു വെക്കണം. അപ്പൊ 1885 939 വാഗ്ഭടാനന്ദന്റെ കാലഘട്ടം. വാഗ്ഭടാനന്ദന്റെ പിതാവിന്റെ പേര് കോരൻ വൈദ്യർ എന്നും മാതാവിന്റെ പേര് ചീരു അമ്മ എന്നുമാണ്. ഓർത്തോണം. പിതാവിന്റെ പേരെന്താണ്? കോരൻ വൈദ്യൻ. അമ്മയുടെ പേരെന്താണ്? ചീരു അമ്മ. ജനിച്ച വർഷം 1885 ഏപ്രിൽ 27. മരണപ്പെട്ട വർഷം 1939 ഒക്ടോബർ 29. മറക്കത്തില്ലല്ലോ. തിരിച്ചു വരാം. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. യഥാർത്ഥ പേരെന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ, അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്താണ്? കുഞ്ഞിക്കണ്ണൻ, അല്ലെ? അപ്പൊ ഈ വാഗ്ഭടാനന്ദന് കുഞ്ഞിക്കണ്ണൻ എന്ന പേര് നൽകിയതാരാണ്? അത് വാഗ്ഭടാനന്ദന്റെ ഗുരുവാണ്. അപ്പോൾ വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓർത്തോണം. വാഗ്ഭടാനന്ദന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. കൂടെ ഓർത്തു നോക്കത്തില്ലേ? ബ്രഹ്മാനന്ദ ശിവയോഗിയുമായും ശ്രീനാരായണ ഗുരുവുമായും ബന്ധമുണ്ടായിരുന്ന, അടുപ്പമുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഈ വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയ വർഷമാണ് 1914. കണ്ടുമുട്ടിയ സ്ഥലമാണ് ആലുവ. പഠിച്ചോ. 1885 939 വാഗ്ഭടാനന്ദന്റെ കാലഘട്ടം. ജന്മസ്ഥലം പാട്യം കണ്ണൂർ. ജന്മസ്ഥലം പാട്യം കണ്ണൂർ. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് വാഗ്ഭടാനന്ദന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായും ശ്രീനാരായണ ഗുരുവുമായും ബന്ധമുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഈ വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയ വർഷം 914. കണ്ടുമുട്ടിയ സ്ഥലമാണ് ആലുവ. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. തിരിച്ചു വരാം. വാഗ്ഭടാനന്ദൻ അറിയപ്പെട്ട ഓരോ പേരുകളും ഞാൻ പറയാൻ പോവാണ്. പഠിച്ച് ക്രമത്തിൽ ഇങ്ങി പോരണം. ഒന്നാമത്തെ പേര് മലബാറിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. പറഞ്ഞ പേരെന്തുവാണ്? മലബാറിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. അടുത്ത പേര് മലബാറിന്റെ ശ്രീനാരായണ ഗുരു. പേരെന്താണ്? മലബാറിന്റെ ശ്രീനാരായണ ഗുരു. അടുത്ത പേരെന്താണ്? ബാലഗുരു. പറഞ്ഞ പേരെന്തുവാണ്? ബാലഗുരു. അടുത്ത പേര് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം. പറഞ്ഞ പേരെന്തുവാ? കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം. അടുത്ത പേര് ഇദ്ദേഹം കാവി ഉപേക്ഷിച്ചിട്ട് ഖദർ ധരിച്ച വ്യക്തിയാണ്. കാവി കളഞ്ഞിട്ട് ഖദർ ഇട്ടു. അപ്പൊ കാവി ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ കാവി ആത്മീയം, ഖദർ രാഷ്ട്രീയമാണ്, അത് വിപ്ലവമാണ്. അപ്പം ആത്മീയവും ഉണ്ടായിരുന്നു, പിന്നീട് വിപ്ലവം സ്വീകരിച്ചില്ലേ? അപ്പൊ ആത്മീയ വിപ്ലവകാരി. ആരാ ഉത്തരം? വാഗ്ഭടാനന്ദൻ. യഥാർത്ഥ പേരെന്തായിരുന്നു? വയലേരി വി കുഞ്ഞിക്കണ്ണൻ കെ വി കെ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കള്. നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം വാഗ്ഭടാനന്ദൻ അറിയപ്പെട്ട 7 പേരുകൾ പറഞ്ഞു. ഒന്നാമത്തെ പേര് മലബാറിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. ആ വാക്കെടുത്തെ മലബാർ, കൂടെ ചേർത്തെ മലബാറിന്റെ ശ്രീനാരായണ ഗുരു. അടുത്ത പേരെന്തുവാ? ബാലഗുരു. ബാലഗുരു. 3 പേര് പഠിച്ചില്ലേ? മലബാറിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്, മലബാറിന്റെ ശ്രീനാരായണ ഗുരു, ബാലഗുരു. ഇനി കാവി ഉപേക്ഷിച്ചിട്ട് ഖദർ ധരിച്ചു. കാവി ഉപേക്ഷിച്ചിട്ട് ഖദർ ധരിച്ചു. കാവി ആത്മീയം, ഖദർ വിപ്ലവം. അങ്ങനെ ഓർത്താ പോരായോ? അപ്പൊ ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇനി അടുത്ത പേര് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം. പറഞ്ഞ പേരെന്തുവാണ്? കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. കൂടാതെ വി കെ ഗുരുക്കൾ ഓർ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അവിടെ നിങ്ങൾക്ക് മാറല്ലേ പഠിക്കുമ്പോൾ ആരാ സാമൂഹ്യ വിപ്ലവകാരി? ഉത്തരം പറഞ്ഞേ ഒന്ന്. ആരാ സാമൂഹ്യ വിപ്ലവകാരി? അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ആരാ ആത്മീയ വിപ്ലവകാരി? വാഗ്ഭടാനന്ദൻ. പഠിച്ചോ. തിരിച്ചു വരാം. വാഗ്ഭടാനന്ദൻ
വാഗ്ഭടാനന്ദൻ 1917 സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. എണ്ണിയാൽ തെറ്റും, അതുപോലെ പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. ആത്മവിദ്യാ സംഘ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. മറക്കല്ല്, ആത്മവിദ്യാ സംഘ സ്ഥാപകൻ ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദനാണ്. മറക്കത്തില്ലല്ലോ. ആത്മവിദ്യാ സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1917. ഓർത്തോണെ, ആത്മവിദ്യാ സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1917. ഇനി ആത്മവിദ്യാ സംഘത്തിന്റെ ആസ്ഥാനം വടകരയാണ് കേട്ടോ. ആത്മവിദ്യാ സംഘത്തിന്റെ ആസ്ഥാനം വടകരയാണ്. പഠിച്ചില്ലേ? തിരിച്ചു വരാം. എന്നാൽ ആത്മവിദ്യാ സംഘത്തിന്റെ ആപ്തവാക്യം എന്താണ്? ആത്മവിദ്യാ സംഘത്തിന്റെ ആപ്തവാക്യം വളരെ പ്രസിദ്ധമാണ്. വാഗ്ഭടാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയായ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. മറക്കല്ല്, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നുള്ളതാണ് ആത്മവിദ്യാ സംഘത്തിന്റെ ആപ്തവാക്യം. ഇനി ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. മറക്കല്ല്, ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. അഭിനവ കേരളം മാസിക പുറത്തിറക്കിയ വർഷം 1921. ഈ ആത്മവിദ്യാ സംഘം തന്നെ 1922 പുറത്തിറക്കിയ മറ്റൊരു മാസികയുടെ പേരാണ് ആത്മവിദ്യാ കാഹളം. പറഞ്ഞ പേരെന്തുവാണ്? ആത്മവിദ്യാ കാഹളം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. 1917 ആത്മവിദ്യാ സംഘം, സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ, ആസ്ഥാനം വടകര. അവരുടെ ആപ്തവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. മുഖപത്രം അഭിനവ കേരളം. അഭിനവ കേരളം മാസിക പുറത്തിറക്കിയ വർഷം 1921. മറ്റൊരു മാസിക ആത്മവിദ്യാ കാഹളം. ശരിയല്ലേ? അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട മാസിക അഭിനവ കേരളം, മറ്റൊരു മാസിക ആത്മവിദ്യാ കാഹളം. ഇനി വാഗ്ഭടാനന്ദൻ പുറത്തിറക്കിയ മറ്റു വല്ല മാസികയും ഉണ്ടോ? ഉണ്ട്. ആ മാസികയുടെ പേര് ശിവയോഗ വിലാസം. മാസികയുടെ പേരെന്തുവാണ്? ശിവയോഗ വിലാസം. മറ്റൊരു മാസികയുടെ പേര് യജമാനൻ. ഓർത്തോണേ. അപ്പൊ ശിവയോഗ വിലാസം, യജമാനൻ എന്നീ മാസികകൾ പുറത്തിറക്കിയ സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ. അപ്പോൾ വാഗ്ഭടാനന്ദന് നമ്മൾ പഠിച്ചു വെക്കേണ്ട മാസികകൾ 4 എണ്ണമുണ്ട്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം, യജമാനൻ. നമ്മൾ പറഞ്ഞില്ലേ, ആത്മീയ വിപ്ലവകാരി വാഗ്ഭടാനന്ദൻ, സാമൂഹ്യ വിപ്ലവകാരി വൈകുണ്ഠസ്വാമികൾ. അതുപോലെ ഇവിടെയും മാറിപ്പാൻ ചാൻസ് ഉണ്ട്. ആരുടെ മാസിക? യജമാനൻ, വാഗ്ഭടാനന്ദൻ. അപ്പൊ ആരുടെ മാസികയാണ്? വേലക്കാരൻ. പറയാമോ ആരുടെ മാസികയാണ് വേലക്കാരൻ? ആ ഉത്തരമാണ് സഹോദരൻ അയ്യപ്പൻ. കേട്ടോ, വേലക്കാരൻ സഹോദരൻ അയ്യപ്പന്റെ മാസിക, യജമാനൻ വാഗ്ഭടാനന്ദന്റെ മാസിക. പഠിച്ചില്ലേ? തിരിച്ചു വരാമേ. ഇനി പ്രധാനമായിട്ട് ഒരു 6 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചങ്ങ് പോണം. നിരന്തരമായിട്ട് വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് വരുന്ന ചോദ്യമാണ്. പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവൂ. വെറുതെ കേട്ടിരുന്നാൽ പോരാ, കാര്യങ്ങൾ പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവൂ. ശ്രദ്ധിക്കണേ. വാഗ്ഭടാനന്ദന്റെ സംസ്കൃത വിദ്യാലയത്തിന്റെ പേര് തത്വപ്രകാശിക ആശ്രമം. ഓർത്തോണേ, വാഗ്ഭടാനന്ദന്റെ സംസ്കൃത വിദ്യാലയത്തിന്റെ പേര് തത്വപ്രകാശിക ആശ്രമം. ഇനി മലബാറിലെ ആദ്യത്തെ കർഷക സംഘമായ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം അഥവാ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി, ഊരാളുങ്കൽ ഐക്യനാണയ സംഘം അഥവാ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി, സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ഇനി ഏറുമാറ്റ് അല്ലെങ്കിൽ ഏറ്റുമാറ്റ്, പറഞ്ഞ വാക്കെന്തുവാ? ഏറുമാറ്റ് അല്ലെങ്കിൽ ഏറ്റുമാറ്റ് എന്ന് പറയപ്പെടുന്ന പാപകരമായ അനാചാരം നിർത്തലാക്കാൻ ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. പഠിച്ചോ? ഏറുമാറ്റ് ഓർ ഏറ്റുമാറ്റ് എന്ന് പറയപ്പെടുന്ന പാപകരമായ അനാചാരം നിർത്തലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ഇനി രാജയോഗം പരിശീലിക്കുവാൻ വേണ്ടി, പറഞ്ഞ പേരെന്തുവാ? രാജയോഗം പരിശീലിക്കുവാൻ വേണ്ടി രാജയോഗ ആനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു. അപ്പൊ രാജയോഗം പരിശീലിക്കുവാൻ വേണ്ടി രാജയോഗ ആനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വാഗ്ഭടാനന്ദൻ. കൂടാതെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി ജ്ഞാന പാഠശാല സ്ഥാപിച്ചു. മറക്കല്ലേ, വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി ജ്ഞാന പാഠശാല സ്ഥാപിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇനി വാഗ്ഭടാനന്ദൻ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. ആ ആശയം അറിയപ്പെടുന്ന പേരാണ്
നിർഗുണോപാസന. കേട്ടോ, വാഗ്ഭടാനന്ദൻ മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെട്ട പേര് നിർഗുണോപാസന. നിർഗുണോപാസന. ഇനി ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ആണോ അല്ലേ? ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ആ രാജാറാം മോഹൻ റോയിയുടെ വിശ്വാസത്തെ, ആശയത്തെ അനുകൂലിച്ചു ഫോളോ ചെയ്ത വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ഒരു പരീക്ഷയുടെ ചോദ്യമാണ്, താഴെ പറയുന്ന വ്യക്തികളിൽ വാഗ്ഭടാനന്ദൻ ഏത് ഇന്ത്യൻ ദേശീയ സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് മാതൃകയാക്കിയത്? ആരാ ഉത്തരം? രാജാറാം മോഹൻ റോയ്. മനസ്സിലായോ? ഇനി 1931 ഉണ്ടായ കേരളത്തിലെ ഒരു സമരത്തിന്റെ പേരാണ്, ഒരു സത്യാഗ്രഹത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേട്ടോ, ക്ഷേത്ര പ്രവേശനം മനസ്സിലാവുന്നുണ്ടോ? ക്ഷേത്ര പ്രവേശനം, പിന്നോക്ക ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് ക്ഷേത്ര പ്രവേശനം ലക്ഷ്യമാക്കിയ സമരമാണ് ഗുരുവായൂർ സമരം. ആ ക്ഷേത്ര പ്രവേശനം ലക്ഷ്യമാക്കിയ ഗുരുവായൂർ സത്യാഗ്രഹം സന്ദർശിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. കേട്ടോ, ഗുരുവായൂർ സത്യാഗ്രഹം സന്ദർശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ വന്നപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരള ഗാന്ധിയായ കെ കേളപ്പൻ നിരാഹാരം കിടക്കുന്നു. അതാണ് ഗുരുവായൂർ സമരം ആര് നയിച്ചു? കെ കേളപ്പൻ. ഗുരുവായൂർ സമരക്കാർക്ക് വേണ്ടി നിരാഹാരം ആര് കിടന്നു? കെ കേളപ്പൻ. ആ ഗുരുവായൂർ സമരം അന്ന് കണ്ട മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം അന്നേരം പറഞ്ഞ വാചകമാണ് ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക. മനസ്സിലായോ? കേരള ഗാന്ധിയല്ലേ കേളപ്പൻ? അപ്പൊ ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്ന ഗുരുവായൂർ പ്രസംഗം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. കേട്ടോ, രാജാറാം മോഹൻ റോയിയുടെ ആശയത്തെ അനുകൂലിച്ചു, ഫോളോ ചെയ്തു. ശരിയല്ലേ? തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ ആത്മവിദ്യാ സംഘം ആര് സ്ഥാപിച്ചു? വാഗ്ഭടാനന്ദൻ. ശരിയാണോ അല്ലേ? ശരിയാണല്ലോ. ആ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ സാമൂഹിക രംഗത്തേക്ക് എത്തിയ വനിത ആരാണ്? കെ ദേവയാനി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ സാമൂഹ്യ രംഗത്തേക്ക് എത്തിയ വിപ്ലവകാരിയായ വനിത ആരാണ്? കെ ദേവയാനി. നിങ്ങൾക്ക് ആ പേര് പരിചയമുണ്ടോ? ഒരു സമരത്തിന്റെ പേര് കരിവള്ളൂർ സമരം എന്ന് പറയും. 1946 സമരമാണ് കരിവള്ളൂർ സമരം. ആ കരിവള്ളൂർ സമര നായികയാണ് കെ ദേവയാനി. അപ്പൊ ഓർത്തു വെച്ചേക്കണം, വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ച കേരളീയ വനിത ആരാണ്? അത് കെ ദേവയാനിയാണ്. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? തിരിച്ചു വരാം. വാഗ്ഭടാനന്ദനെ കുറിച്ച് സുകുമാർ അഴീക്കോട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയാണ്, ആചാര സന്യാസി അല്ല. കേട്ടോ, വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയാണ്, ആചാര സന്യാസിയല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുകുമാർ അഴീക്കോട്. മറക്കല്ലേ? അപ്പൊ ആരുടെയാ ഗുരുവായൂർ പ്രസംഗം? വാഗ്ഭടാനന്ദൻ. ഓർത്തു വെക്കത്തില്ലേ? ഇനി വാഗ്ഭടാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ സിമ്പിൾ ആണ്, ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ഭടാനന്ദന്റെ കൃതികൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ആത്മവിദ്യ. അത് ഓർക്കാൻ പറ്റത്തില്ലേ? ഒന്നാമത്തെ കൃതിയുടെ പേരെന്തുവാണ്? ആത്മവിദ്യ. ആത്മവിദ്യ. രണ്ടാമത്തെ ആത്മവിദ്യ ലേഖമാല. ആത്മവിദ്യ ലേഖമാല. ഒന്നുകൂടെ, ആത്മവിദ്യ ലേഖമാല. മൂന്നാമത്തെ അധ്യാത്മയുദ്ധം. അധ്യാത്മയുദ്ധം. നാലാമത്തെ പ്രാർത്ഥനാഞ്ജലി. നാലാമത്തെ പ്രാർത്ഥനാഞ്ജലി. പഠിച്ചോ? ഒന്ന് പറയാൻ ശ്രമിച്ചു കൂടൊന്ന്. ആത്മവിദ്യ, ആത്മവിദ്യ ലേഖമാല, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി. അഞ്ചാമത്തെ ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. പറഞ്ഞ പേരെന്തുവാ? ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. ഇനി സ്വതന്ത്ര ചിന്താമണി. പറഞ്ഞ പേരെന്തുവാ? സ്വതന്ത്ര ചിന്താമണി. ഒന്നുകൂടെ ഉള്ളൂ, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. കേട്ടോ, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. പഠിച്ചോ? ഒന്നുകൂടെ പറയട്ടെ. ആത്മവിദ്യ, ആത്മവിദ്യ ലേഖമാല, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, സ്വതന്ത്ര ചിന്താമണി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയല്ലേ? കണ്ണൂരുകാരനാണ് ആര്? വാഗ്ഭടാനന്ദൻ. അപ്പോൾ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. ഇനി ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? മാസികയല്ല, ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ആത്മവിദ്യ.
നമ്മൾ പഠിച്ച ഒന്നാമത്തെ കൃതിയുടെ പേര് ആത്മവിദ്യ അല്ലേ? ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ. കൂടങ്ങ് പോണം. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങൾ ഇടയ്ക്ക് അച്ചടിച്ച കൃതിയുടെ പേരാണ് സ്വതന്ത്ര ചിന്താമണി. മനസ്സിലായോ? ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളൊക്കെ അച്ചടിച്ച ഒരു കൃതിയുടെ പേരാണ് സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ. അപ്പൊ എവിടെയാണ് വാഗ്ഭടാനന്ദ പാർക്ക് ഉള്ളത്? എവിടെയാണ് വാഗ്ഭടാനന്ദ പാർക്ക് ഉള്ളത്? അത് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് കേട്ടോ. വാഗ്ഭടാനന്ദ പാർക്ക് എവിടെയാണ്? വടകര. കാരണം എന്തുവാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ ആസ്ഥാനം വടകരയല്ലേ? അതിന്റെ ഓർമ്മയ്ക്കായിട്ട് വാഗ്ഭടാനന്ദ പാർക്ക് എവിടെയാ ഉള്ളത്? വടകര. മനസ്സിലായോ? നമ്മൾ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? 1885 39 കാലഘട്ടം. ജന്മസ്ഥലം പാട്യം കണ്ണൂർ. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് കൊടുത്തയാള് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹവുമായിട്ടും ശ്രീനാരായണ ഗുരുവുമായിട്ടും വാഗ്ഭടാനന്ദന് ബന്ധമുണ്ടായിരുന്നു. ഈ വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയ സ്ഥലം ആലുവ. കണ്ടുമുട്ടിയ വർഷം 914. പിന്നെ പറഞ്ഞ കാര്യം വിശേഷണങ്ങൾ. മലബാറിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്, മലബാറിന്റെ ശ്രീനാരായണ ഗുരു, ബാലഗുരു, കാവി ഉപേക്ഷിച്ചിട്ട് ഖദർ ധരിച്ചു, ആത്മീയ വിപ്ലവകാരി. ഓർമ്മയുണ്ടോ? പിന്നെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം. അങ്ങനെ പറയാൻ കാരണം എന്തുവാ? മലബാറിലെ ആദ്യത്തെ കർഷക സംഘമായ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം അഥവാ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചു. ഓർമ്മയില്ലേ? ഇനി VK ഗുരുക്കൾ. 17 ആത്മവിദ്യാ സംഘം. ആസ്ഥാനം വടകര. മുഖപത്രം അഭിനവ കേരളം. മറ്റൊരു മാസിക ആത്മവിദ്യാ കാഹളം. ആപ്തവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ. ബാക്കിയുള്ള മാസികകള് ശിവയോഗ വിലാസം യജമാനൻ. ശിവയോഗ വിലാസം യജമാനൻ. അപ്പൊ ആരുടെ മാസിക? വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പന്റെ മാസികയുടെ പേരാണ് വേലക്കാരൻ. ഇനി സംസ്കൃത പഠന കേന്ദ്രം, തത്വപ്രകാശിക ആശ്രമം. രാജയോഗം പരിശീലിക്കുവാനായി രാജയോഗ ആനന്ദ കൗമതി യോഗശാല സ്ഥാപിച്ചു. ഏറുമാറ്റ എന്ന് പറയപ്പെടുന്ന പാപകരമായ അനാചാരം നിർത്തലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ശരിയല്ലേ? ഇനി ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കർഷക സംഘം സ്ഥാപിച്ചു. ജ്ഞാന പാഠശാലയുടെ സ്ഥാപകൻ. മുന്നോട്ട് വെച്ച ആശയം നിർഗുണോപാസന. ഗുരുവായൂർ സത്യാഗ്രഹം വന്ന് കണ്ടു. ഗുരുവായൂർ പ്രസംഗം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ സാമൂഹ്യ രംഗത്തേക്ക് എത്തിയ വനിതയാണ് K ദേവയാനി. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ അനുകൂലിച്ചു. പിന്നെ പറഞ്ഞ കാര്യം കൃതികളുടെ പേര് ആത്മവിദ്യ, ആത്മവിദ്യാ ലേഖമാല, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, സ്വതന്ത്ര ചിന്താമണി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ഇനി വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി സുകുമാർ അഴീക്കോട്. എവിടെയാണ് വാഗ്ഭടാനന്ദ പാർക്ക് ഉള്ളത്? വടകര. വടകര ജില്ല ഏതാണ്? കോഴിക്കോട്. പക്ഷേ വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാണ്? അത് കണ്ണൂർ. ആ സ്ഥല പേര് പാട്യം. മനസ്സിലായോ? നമ്മൾ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.